പിതാവിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു പ്രഭാഷണമാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആയിരിക്കുന്ന കുറേയധികം ആളുകൾക്ക് പിതാവിനെ നല്ല പരിചയമുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഈ സ്ഥാപനം ഇപ്പോൾ ഏറ്റെടുത്ത് നടത്തുന്ന MSJ കോൺഗ്രിഗേഷന്റെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഉള്ളതുകൊണ്ട് അഭിനയ പിതാവിനെ ഹ്രസ്വമായി പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. ആദ്യമേ തന്നെ ഈ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് ഫൗണ്ടേഷന്റെ ഈ പ്രവർത്തനം കഴിഞ്ഞ് കുറേയേറെ വർഷങ്ങൾ നടന്ന് ഇന്ന് മറ്റൊരു വഴിത്തിരിവിൽ ആ ഫൗണ്ടേഷന്റെ സഹായത്തോടുകൂടി പിന്തുണയോടുകൂടി MSJ കോൺഗ്രിഗേഷൻ ഈ ശുശ്രൂഷ ഏറ്റെടുക്കുകയാണ്. ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് പിതാവ് അദ്ദേഹം ലോകം എമ്പാടും വളരെയധികം അറിയപ്പെട്ട ഒരു വ്യക്തിയാണ്. ഞാൻ ജനിച്ച കാലം മുതൽ 1994 വരെ പിതാവ് കാലം ചെയ്യുന്നത് വരെയുള്ള ഒരു 30 വർഷം ഞാൻ ഒരു പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അതിന്റെ പിതാവിനെ ഓർക്കുന്നത് ഒരു അത്ഭുത മനുഷ്യനായിട്ടാണ്. 78 വർഷക്കാലം അതിന്റെ പിതാവ് ജീവിച്ചു. അതിൽ തന്നെ 41 വർഷം ശ്രേഷ്ഠാചാര്യ ശുശ്രൂഷയിൽ അഭിനന്ദ പിതാവ് ഉണ്ടായിരുന്നു. എന്തൊരു കാലഘട്ടമായിരുന്നു അത് എന്ന് നമ്മൾ പിതാവിനെ അറിയുന്ന കേട്ടിട്ടുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരു അത്ഭുതം പോലെ അദ്ദേഹം മറ്റാരും കൈവയ്ക്കാത്ത, മറ്റാരും ഏറ്റെടുക്കാത്ത പലവിധ പ്രവർത്തനങ്ങൾ അഭിനന്ദ പിതാവ് ഏറ്റെടുത്തിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും പ്രബോധനങ്ങളും ഇടപെടലുകളും പൊതുസമൂഹത്തിലുള്ള സ്വീകാര്യതയും വിശാലമായ വീക്ഷണവും ഉറച്ച നിലപാടുകളും ഒക്കെ എന്നെ വളരെയധികമായിട്ട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഓർമ്മ വച്ച കാലം മുതൽ കാണുന്ന ഒരു പിതാവ് എന്ന് പറയുന്നത് ഗ്രിഗോറിയോസ് പിതാവാണ്. 1916 ജനിച്ച് 1933 ആശ്രമത്തിൽ പ്രവേശിച്ച് കാൻഡി പേപ്പർ സെമിനാരിയിൽ പരിശീലന ശേഷം 1944 വൈദിക പട്ടം പിതാവ് സ്വീകരിച്ചു. ഞാൻ ചരിത്രത്തിൽ വായിച്ചിട്ടുള്ളത് പിതാവ് പട്ടം കിട്ടി, കാൻഡി സെമിനാരിയിൽ പട്ടം കിട്ടി 9 വർഷങ്ങൾക്ക് ശേഷമാണ് നാട്ടിൽ വരുന്നത്. അക്കാലത്തൊന്നും കൂടെ വീട്ടിൽ വരാനൊന്നും സാധ്യമല്ലായിരുന്നു. അതിന് മുമ്പും പഠനകാലത്ത് പിതാവ് ചിലപ്പോൾ കുറേ വർഷങ്ങൾ വന്നിട്ടുണ്ടാവില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറേയേറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പിതാവ് പട്ടം കിട്ടിയിട്ട് പോലും 9 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് വരിക. രസകരമായ ഒരു സംഭവം ഞാൻ വായിച്ചിട്ടുള്ള ഇതാണ്. പിതാവ് പട്ടമൊക്കെ കിട്ടി 9 വർഷം കഴിഞ്ഞ് നെല്ലിപ്പാറ പ്രദേശത്ത് ഇവിടെ എറണാകുളം പ്രദേശത്ത് വന്നു. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇടവപ്പള്ളി കയറി എബ്രഹാസിനെ കണ്ട് എബ്രഹാസിനെ കൂട്ടിക്കൊണ്ട് തങ്ങളതിൽ വീട്ടിലേക്ക് വരികയാണ്. അപ്പോ പിതാവ് വരുന്ന അവസരത്തിൽ 2 പെൺകുട്ടികൾ വലിയ ചാച്ച എന്ന് വിളിച്ചു വരികയാണ്. അപ്പോ പിതാവിന് മനസ്സിലായില്ല ആരാണെന്നത്. വിചാരിച്ചോന്ന് ചോദിച്ചു, ഞാൻ ഈ പെൺകുട്ടികൾ. അപ്പം വിചാരിച്ച അത്ഭുതത്തോട് പറഞ്ഞു, ബെനഡിക്റ്റച്ചന്റെ പെങ്ങന്മാരാണ്. അവരെ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് അവര് മനസ്സിലായി. പറഞ്ഞ അക്കാലത്തൊക്കെ അത്രമാത്രം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് അഭിനന്ദ പിതാവ് തൃശ്ശൂർപ്പള്ളിയിൽ ഉപരിപഠനം നടത്തി മദ്രാസ് സംസ്ഥാനത്ത് MA ഇക്കണോമിക്സിൽ 1ാം റാങ്ക് നേടിയ വ്യക്തിയാണ് ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് പിതാവ്. അക്കാലത്ത് 1943 നാലാഞ്ചിറയിൽ ഒരു കോളേജ് സ്ഥാപിക്കുന്നതിനായി ദേവകോട്ടയിലെ ഒരു ചെട്ടിയാരിൽ നിന്ന് 160 ഏക്കർ ഭൂമി മാർ ഗ്രിഗോറിയോസ് പിതാവ് വാങ്ങിയിരുന്നു. 1947 അവിടെ ഒരു കോളേജ് പണിയുവാൻ വേണ്ടി തിരുവിതാംകൂർ സർവകലാശാലയിൽ നിന്ന് അനുവാദം ലഭിച്ചുവെങ്കിലും മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ അക്കാലത്തെ അമേരിക്കൻ പര്യടനത്തിൽ ലഭിച്ച തുകയും ഒക്കെ ചേർത്ത് പിന്നീട് ഈ കോളേജിന്റെ കെട്ടിടങ്ങൾ പണിയുകയും അങ്ങനെ കോളേജ് സ്ഥാപിതമാകുന്ന അവസരം ആ കോളേജിന്റെ ആദ്യത്തെ പ്രിൻസിപ്പലാകാൻ മാർ ഗ്രിഗോറിയോസ് തിരുമേനി നിശ്ചയിച്ചത് ബെനഡിക്ട് അച്ഛനെയാണ്. അപ്പൊ അത് ഉത്തരവ് കിട്ടി ആ സമയത്ത് പോലും ബെനഡിക്ട് അച്ഛൻ അത്ഭുതപ്പെട്ടു എന്നാണ് പറയുക. അങ്ങനെ കോളേജിൽ പ്രിൻസിപ്പൽ ആയിരുന്ന കാലഘട്ടത്തിൽ പ്രിൻസിപ്പലിന്റെ പണി മാത്രമല്ല ബെനഡിക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെയുള്ള ഏത് ആളുകളുടെ പ്യൂൺ വരെയുള്ള ആളുകളുടെ ജോലി ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് വലിയ സന്തോഷമായിരുന്നു. അങ്ങനെ 1949 മുതൽ 1951 വരെ 2 വർഷം
കോളേജിന്റെ പ്രിൻസിപ്പലായി അദ്ദേഹം ചെലവഴിച്ചു. 1952 ഒരു നവംബർ മാസം മെഡിക്കൽ കോളേജിൽ ഇക്കണോമിക്സ് ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അരമനയിൽ നിന്ന് ക്ലാസ്സിലേക്ക് ഒരു ദൂതൻ ഒരു കത്തുമായി വരുന്നു. എന്നിട്ട് മെഡിക്കൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് സേവ്യസ് തിരുമേനി അരമനയിൽ നിന്ന് തന്നുവിട്ടതാണ്, സാവകാശം വായിച്ചാൽ മതി എന്ന് പറഞ്ഞ് മെഡിക്കൽ ഈ കത്ത് വായിച്ചപ്പോൾ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മെഡിക്കൽ അരമനയിൽ എത്തിച്ചേരണം എന്ന് പറഞ്ഞ് മെത്രാഭിഷേകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് അവിടെ ചേർന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ്. 12-ാം പീയൂസ് മാർപ്പാപ്പ ഈ നമ്മുടെ അപേക്ഷയെ പരിഗണിച്ച് നമ്മുടെ സ്നേഹഭാജനമായ ഫാദർ ബെനഡിക്റ്റ് OACയെ നമ്മുടെ സഹായമെത്രാനായി തിരഞ്ഞെടുത്ത് കൽപ്പിച്ച് നിയമിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത ഔദ്യോഗികമായി നിങ്ങളെ അറിയിക്കുന്നതിൽ നമുക്ക് സീമാതീതമായ സന്തോഷമുണ്ട്. നമ്മുടെ സഹായമെത്രാന്റെ പട്ടാഭിഷേകം നമ്മുടെ പ്രധാന കാർമ്മികർ തന്നെ 1953 ജനുവരി മാസം അവസാനത്തോടെ നടത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ബെനഡിക്റ്റ് പിതാവിനെ സഹായമെത്രാനായി വാഴിക്കുന്നത് സംബന്ധിച്ച് മറിവാനിസ് പിതാവ് ഇടയലേഖനത്തിൽ കൊടുത്തിരുന്നത്. അങ്ങനെ 1952 ഡിസംബർ 27-ാം തീയതി അരമന ചാപ്പലിൽ വെച്ച് ബെനഡിക്റ്റിന് നിർമ്മാണ പട്ടം ലഭിച്ചു. 1953 ജനുവരി മാസം 29 മറിവാനിസ് പിതാവിന്റെ പ്രധാന കാർമ്മികത്വത്തിൽ സേവ്യസ് പിതാവിന്റെയും സീറോ മലബാർ സഭാംഗമായ കോട്ടയം രൂപതയിലെ തോമസ് തറയിൽ പിതാവ്, തോമസ് തറയിൽ പിതാവ് ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു വലിയ ദൈവനിയോഗം. അങ്ങനെ ആ മെത്രാഭിഷേകം വളരെ അനുഗ്രഹീതമായതാണ്. 1953 മെത്രാനായ ഗ്രിഗോറിയോസ് തിരുമേനി 1962-65 വരെ നടന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ 4 സെഷൻസും പൂർണ്ണമായി പങ്കെടുത്ത് ഗ്രൂപ്പ് ചർച്ചകൾക്ക് നേതൃത്വം നൽകി. പിൽക്കാലത്ത് CBCI, ACDC പ്രസിഡന്റ്, ഇന്ത്യൻ നാഷണൽ പ്ലാനിംഗ് ബോർഡ് മെമ്പർ, ഇന്ത്യൻ നാഷണൽ ഇന്റഗ്രേഷൻ കൗൺസിൽ മെമ്പർ എന്നീ നിലയിൽ ശ്രദ്ധേയമായി പ്രവർത്തിച്ചു. 1994 ഒക്ടോബർ 10 കാലം ചെയ്യുന്നത് വരെ 41 വർഷങ്ങൾ കത്തോലിക്കാ സഭയും പൊതുസമൂഹത്തിനും വലിയ നേതൃത്വം നൽകി. കാലം ചെയ്തിട്ട് ഇപ്പോൾ ഏതാണ്ട് 31 വർഷം പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പോഴും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഗ്രിഗോറിയോസ് പിതാവിനെ പറ്റിയുള്ള വലിയ സജീവമായ ഓർമ്മകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. 1983 നിലയ്ക്കൽ പള്ളിയുമായി ബന്ധപ്പെട്ട് സാമുദായിക സംഘർഷം രൂപം കൊണ്ടപ്പോൾ പിതാവിന്റെ നയതന്ത്രയും സാമർഥ്യവും തിരിച്ചറിഞ്ഞ അന്നത്തെ മുഖ്യമന്ത്രി K. കരുണാകരൻ പ്രശ്നങ്ങൾ ശാന്തമായ അന്തരീക്ഷത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ചുമതലപ്പെടുത്തിയത് ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ് പിതാവിനെയായിരുന്നു. അന്നത് ഒരു വലിയ പ്രയാസത്തിലും സംഘർഷത്തിലുമായിരുന്നത് അത് വളരെ അനുഗ്രഹകരമായി പിതാവ് പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. വീണ്ടും നമുക്കൊരു 1992 പൂന്തുറ കലാപവേളയിൽ സമാധാന സന്ദേശവുമായി ശാന്തിയാത്ര നടത്തി സമാധാനം സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയതും പിതാവ് തന്നെയായിരുന്നു. 2 കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ആ മഹത്തായ വ്യക്തിത്വത്തെ പറ്റി കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാനായിരുന്ന ബഹുമാനപ്പെട്ട ജസ്റ്റിസ് സിറിയക് ജോസഫ് ഇങ്ങനെയാണ് പറയുക: സന്യാസി വേഷം, കരുണയുടെ മുഖം, വശ്യമായ പുഞ്ചിരി, മധുരമായ ഭാഷണം, സൗമ്യമായ ശബ്ദവും പെരുമാറ്റവും, തിളങ്ങുന്ന കണ്ണുകൾ, ഉദാത്തമായ ചിന്തകൾ, പുരോഗമന നിലപാടുകൾ, വിശാലമായ ഹൃദയം, വാക്കിലും പ്രവൃത്തിയിലും മതേതരത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും പ്രചാരകൻ, വികസന കാഴ്ചപ്പാട്, സാമൂഹിക പ്രതിബദ്ധത, പരിസ്ഥിതി സംരക്ഷണം, വിദ്യാഭ്യാസത്തിലും കൃഷിയിലും വൈദഗ്ധ്യം, അങ്ങനെ ധാരാളം വിശേഷങ്ങൾ അഭിനന്ദിതാവിനെ പറ്റി അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്.